വിനയായത് വിരോധമോ? ഈ യുദ്ധത്തിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടോ? ഒരു യുദ്ധം നടക്കുമ്പോൾ തോറ്റുപോയ മരിച്ചു പോവുകയോ കാരാഗ്രഹത്തിൽ പോവുകയോ ചെയ്യാം. ഇനി അല്ല, ഒരു കായിക മത്സരമാണെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആൾ അയോഗ്യനായാൽ രണ്ടാം സ്ഥാനത്തായാൽ ഒന്നാം സ്ഥാനത്താവും, മൂന്നാം സ്ഥാനക്കാരൻ രണ്ടാം സ്ഥാനത്താവും. കോൺഗ്രസ് ആണ് പറയേണ്ടത്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് യുദ്ധമാണോ അതോ കായിക മത്സരമാണോ? അല്ല, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നേടിയ ആൾ MLA ജനപ്രതിനിധി എന്തെങ്കിലും ആയാൽ അയാൾ രാജിവെച്ചതുകൊണ്ട് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആളെ ഒന്നാം സ്ഥാനത്തേക്ക് കയറ്റാനും ആവില്ല. ഇത് ഒരു സംഘടനയ്ക്കകത്തുള്ള ഒരു ആഭ്യന്തര വിഷയമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു, ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിഞ്ഞു പോയി 1-2 വർഷം കഴിയുമ്പോൾ അയാൾ പുറത്തു പോയാൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആളെ കയറ്റണമെന്ന് നിയമമൊന്നുമില്ല, കയറ്റാതിരിക്കണമെന്നും നിയമമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലെയിം അബിൻ വർക്കിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് വേറൊരു വിഷയമാണ്. കോൺഗ്രസ് പറയണം എന്താണെന്നുള്ളത്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അപ്പീലൊന്നുമില്ല. നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ നിങ്ങളങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അബിൻ വർക്കി രണ്ടാം സ്ഥാനത്തായി പോയത് അതൊരു കുഴപ്പമായി കരുതരുത്. 1,70,000 വോട്ട് നേടിയാണ് അബിൻ വർക്കി രണ്ടാം സ്ഥാനത്ത് വന്നത്. അതൊരു അയോഗ്യതയുമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന OJ ജനീഷിൻ്റെ 19,000 വോട്ട് കിട്ടിയത് ഒരു കുറവുമല്ല. കാരണം OJ ജനീഷ് എങ്ങനെയാണ് ഈ ഇലക്ഷൻ രംഗത്തേക്ക് വരുന്നത്? OJ ജനീഷ് ഐ ഗ്രൂപ്പാണ്. അന്ന് അബിൻ വർക്കിയെ ഐ ഗ്രൂപ്പ് തീരുമാനിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും സ്വന്തമായി മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ അത്രേ കിട്ടൂ. അതുകൊണ്ടാണ് OJ ജനീഷിന് 19,000 വോട്ടായി പോയത്. അതൊക്കെ ഇതിനകത്തെ ഇലക്ഷനകത്തുള്ള ഡൈനാമിക്സാണ്. പക്ഷേ അബിൻ വർക്കിയെ നമ്മൾ പിന്നെ എവിടെയാണ് കണ്ടത്? അബിൻ വർക്കി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത്, ഈ പാർട്ടി രംഗത്ത്, പ്രക്ഷോഭ രംഗത്ത് സജീവമായി നിൽക്കുന്നു. ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുമ്പോൾ പിന്നെ പാർട്ടിയുടെ മുഖമായി നിന്നത് അബിൻ വർക്കിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളിലും സംഘടനയെ നയിച്ചുകൊണ്ട് പോകുന്ന അബിൻ വർക്കിയെ നമ്മൾ എവിടെ കണ്ടു? തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അബിൻ വർക്കിയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അബിൻ വർക്കി രണ്ടാം സ്ഥാനത്തായിപ്പോയി എന്നുള്ളത് അബിൻ വർക്കിയുടെ ഒരു കുറവല്ല. എന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് തോറ്റത്? വളരെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. വ്യാജ ID കാർഡ് ഉപയോഗിച്ച് വരെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പരാതിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അബിൻ വർക്കി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തിന് ഒപ്പം അബിൻ വർക്കിയെ നമ്മൾ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി നിൽക്കുന്ന അബിൻ വർക്കിയെ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുമ്പോൾ സംഘടനയിൽ വേറെയും ചുമതലക്കാരുണ്ടെങ്കിലും അബിൻ വർക്കിയാണ് സജീവമായി സംഘടനയെ നയിച്ചത്. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചോയ്സ് അബിൻ വർക്കി കൊടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അങ്ങനല്ല, KSUക്കാരൻ അത് ക്രിസ്ത്യാനിയാണ്, അതുപോലെ തന്നെ KPC പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്, അപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ക്രിസ്ത്യാനി ആയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അസംബന്ധം എന്നുള്ളതാണ് അതിനൊരു ഒറ്റ വാക്കുള്ള മറുപടി. കാരണം യൂത്ത് കോൺഗ്രസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സംഘടനയല്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി നിന്ന്, പ്രതിപക്ഷത്തിൻ്റെ നാക്കും ശരീരവുമായി നിന്ന് സർക്കാരിനെ വെല്ലുവിളിക്കേണ്ട സംഘടനയാണ്. ആ സംഘടനയിൽ 1,70,000, എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചത്. അത്ര മോശമൊന്നുമല്ല. 1,70,000 വോട്ട്, 1,70,000 വോട്ട് വാങ്ങി ജയിച്ച ഒരാൾ, അയാളുടെ പിന്നിൽ എത്ര പേരുണ്ടെന്നറിയാം. അദ്ദേഹം ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമാണ്. അങ്ങനെയുള്ള ഒരാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും അയാളെ കേരളത്തിൽ നിന്ന് തന്നെ കയറ്റി അയക്കുകയും ചെയ്തിട്ട് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നാണോ കരുതുന്നത്? അവിടെയാണ് പ്രശ്നം. അബിൻ വർക്കി എന്ന് പറയുന്നൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തി കഴിഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയപ്പോഴും. അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ സംഘടനയിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതാണ് അബിൻ വർക്കി എന്ന് വന്ന് കാര്യമായി പറഞ്ഞത്. എനിക്ക് കേരളത്തിൽ നിന്നാൽ മതി, എന്നെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്നെ സഹായിക്കരുത് എന്നാണ് അബിൻ വർക്കി പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ക്രിസ്ത്യൻ വിഷയം അബിൻ വർക്കി ഇന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് തോന്നുന്നത്. അബിൻ വർക്കി വെറുതെ അല്ല ഇന്നൊരു മുദ്രാവാക്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ജാതിയുടെ, എൻ്റെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ പുറത്താക്കി എന്ന് തന്നെയാണ് അബിൻ വർക്കി ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിനകത്തൊരു ശരിയുമുണ്ട്. എന്നു മുതലാണ് കോൺഗ്രസിനകത്ത് ഈ യൂത്ത് കോൺഗ്രസും KSUവിനകത്തും ഒക്കെ ഇങ്ങനൊരു പ്രശ്നം വന്നത്? എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് മര്യാദയ്ക്കൊരു ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റാത്ത ശേഷിയില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. നമുക്ക് എല്ലാ കാലത്തും അറിയാം. KPCCകൾ അങ്ങനെയാണ്, പുനഃസംഘടിപ്പിക്കും, സ്വന്തക്കാർ വരും, ഗ്രൂപ്പുകൾ വരും, സമവാക്യങ്ങൾ മാറി വരും. പക്ഷേ 2008-ലോ 2009-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, രാഹുൽ ഗാന്ധിയാണ് യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വേറൊരു രീതി കൊണ്ടുവന്നത്. അന്ന് അഭിമുഖ പരീക്ഷയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ അപ്ലൈ ചെയ്യണം, അതിനുശേഷം അവിടെ വന്നിട്ട് ഡൽഹിയിലോ മറ്റോ അഭിമുഖം നടക്കും. അന്ന് രസകരമായ സംഭവം, ആദ്യത്തെ രാഹുൽ ഗാന്ധിയുടെ നീക്കം നടന്ന് കേരളത്തിൽ പാളിയിരുന്നു. അന്ന് M. ലിജു ആണ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാകുന്നത്. അന്ന് വൈകുന്നേരം ലിജുവിൻ്റെ പേര് പിൻവലിച്ചു.
അന്ന് എനിക്ക് തോന്നുന്നത് ലിജുവിനെ ആക്കാൻ പറ്റില്ല എന്ന് പ്രധാനപ്പെട്ട എ ഗ്രൂപ്പ് നേതാക്കൾ ശക്തമായ നിലപാടെടുത്തതോടുകൂടിയാണ് അത് പൊളിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസ്സിന് ഇതിനു മുമ്പുണ്ട്. രാഹുൽ ഗാന്ധിയെ വരെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് നേതാക്കന്മാർ കേരളത്തിലെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഞാൻ അതുമായി കൂട്ടി വായിക്കുകയാണ്. രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവ് ഇന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചത് നോക്കാം എന്നാണ്. വരട്ടെ എന്നാണ് പറഞ്ഞത്. എന്തൊരു ഗൗരവകരമായ പ്രസ്താവന. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനോട് യോജിപ്പില്ല എന്ന് പറയുകയാണ്. 2008 ആവർത്തിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് കേന്ദ്ര നേതൃത്വത്തിന് ഇതിന് വിശദമായ പരാതി അയക്കാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കാൻ പോലും ആലോചിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഐ ഗ്രൂപ്പിനകത്തുള്ള പൊതുവികാരം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ നേരത്തെ നമ്മൾ വാർത്തകളിലൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിൽ അബിൻ വർക്കി സ്ഥാനം നഷ്ടപ്പെട്ടത് അബിൻ വർക്കി എന്തെങ്കിലും കുഴപ്പം ചെയ്തതുകൊണ്ടോ അബിൻ വർക്കിക്ക് കുറേ വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ടോ അല്ല. ലക്ഷ്യം അബിൻ വർക്കിയുമല്ല. കേരളത്തിലൊരു പുതിയ ഗ്രൂപ്പ് സമവാക്യം വന്നിരിക്കുന്നു. സാഹചര്യങ്ങൾ മറിയുകയാണ്. ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും കേരളത്തിൽ വളരെ സജീവമായി നിന്ന കാലം അവസാനിച്ചു. അതിപ്പോൾ അവസാനിച്ചതല്ല. ഇപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന ആളാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. രമേശ് ചെന്നിത്തലയുടെ അനുയായിയായിരുന്നു വി ഡി സതീശൻ. അവിടെ നിന്ന് വി ഡി സതീശൻ സ്വന്തം നിലയിലേക്ക് മാറുന്നു. അദ്ദേഹം യൂത്ത് ബ്രിഗേഡ് ഉണ്ടാക്കുന്നു, വേറൊരു സംഘം രീതിയിൽ പോകുന്നു. അദ്ദേഹം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി മാറുന്നു. അപ്പോൾ തന്നെ വേറൊരു ഗ്രൂപ്പ് സമവാക്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് ഏതാ, ഐ ഏതാ, എ ഏതാ, ഐക്കകത്തെ അവാന്തര വിഭാഗങ്ങൾ ഏതാ എന്നതിനെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളുള്ളൊരു പ്രത്യേക സാഹചര്യമുണ്ട്. അവിടെ കെ സി വേണുഗോപാലിൻ്റെ എൻട്രി സംഭവിച്ചിരിക്കുകയാണ്. കെ സി വേണുഗോപാലിൻ്റെ എൻട്രി വെറുതെ അല്ല. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന അലോഷി സേവ്യർ സത്യത്തിൽ കെ സി ഗ്രൂപ്പ് ആയിരുന്നില്ല. പദവി കിട്ടിയ ശേഷം കെ സി പക്ഷത്തേക്ക് ചാഞ്ഞതാണ്. JB മേത്തർ അങ്ങനെ തന്നെ പദവി കിട്ടിയ ശേഷം ചാഞ്ഞവരാണ്. പക്ഷേ ഔദ്യോഗികമായി ഇവർക്കൊക്കെ വേറെ ഗ്രൂപ്പ് ഉണ്ട് താനും. ഞാൻ മനസ്സിലാക്കുന്ന കെ സി വേണുഗോപാൽ ഈ ചർച്ചക്കടയിൽ ചോദിച്ച ഒരു ചോദ്യം, എനിക്കും വേണ്ട ഒരാൾ, നിങ്ങൾക്കൊക്കെ ആളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് എത്രയോ കാലമായി ഗ്രൂപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, സംഘടനകൾ കൈവച്ചുകൊണ്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ സ്ഥിരമായ എ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. എനിക്കും വേണ്ടേ ഒരു പദവി എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് വീതം വെപ്പിലാണ് അബിൻ വർക്കി പുറത്തു പോയെന്നുള്ളതാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം. അല്ലാതെ വേറെ ഒരു വിഷയവുമില്ല. കെ സി വേണുഗോപാൽ ഹാസ് അറൈവ്ഡ്. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ കസേര വലിച്ചിട്ട് ഞാനും ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ്, എനിക്കും വേണം പദവികൾ എന്ന് പറഞ്ഞു. അതിന് നേരത്തെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ, പോഷക സംഘടനകളിലെ ഭാരവാഹികളെയൊക്കെ കെ സി തൻ്റെ പക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു പദവി ചോദിച്ചു വാങ്ങുന്നു. ഒരു പദവി മാത്രമല്ല, 2 പദവി, വർക്കിംഗ് പ്രസിഡന്റിനെ കൂടിയാണ്. ബിനു ചുള്ളിയിലിന് വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാൽ ശക്തമായി വാദിച്ചത്. അത് നടക്കുന്ന പ്രശ്നമില്ല. കാരണം ബിനു ചുള്ളിയിൽ ഈ സംഘടനയുടെ 7 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. ഒരു തരത്തിൽ നടക്കില്ല എന്നായപ്പോൾ നോക്കണേ ധൈര്യം, അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി മാറ്റി. അങ്ങനെ സംഘടനയിൽ ഒന്നല്ല രണ്ടാമതൊരു പദവി കൂടെ ഉണ്ടാക്കി. അങ്ങനെ 2 പദവികൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇതെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പല പ്രാവശ്യം വന്നതാണ്. നമ്മളിന്ന് വിശദമായിട്ട് അതിനെക്കുറിച്ച് വാർത്തകളും കൊടുത്തതാണ്. കെ സി പറയുന്നത് ഞാൻ വരുന്നില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ആലപ്പുഴയിലേക്ക് വരാൻ കച്ചകെട്ടിയിരിക്കുന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ ഏറ്റവും ശക്തിയുള്ളൊരു നേതാവാണ്. പക്ഷേ ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തോറ്റാൽ, കോൺഗ്രസിൽ ബീഹാർ നാമാവശേഷമായാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ കാത്തിരിക്കുന്ന ഒരു വലിയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിരയുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും. അവരുടെ ആദ്യത്തെ ടാർഗറ്റ് കെ സി വേണുഗോപാലാകാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ചില നേതാക്കളടക്കം ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ കോൺഗ്രസിന് അടിപതറിയാൽ ചിലപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാവും. ഇനി അങ്ങനെയല്ല, കെ സി വേണുഗോപാൽ അപ്പോഴും സർവ്വശക്തനായി നിൽക്കുകയാണെന്നും ബീഹാർ ജയിച്ചെന്നും വിചാരിക്കുക. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു സീറ്റ് തിരഞ്ഞെടുക്കാനും വേണമെങ്കിൽ കേരളത്തിൽ വരാനും അദ്ദേഹം തീരുമാനിച്ചൊന്നും ഇരിക്കട്ടെ. അപ്പോഴും അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിലായിരിക്കുമല്ലോ മത്സരിക്കുക. അപ്പോൾ ബാക്കിയുള്ള എം പിമാരോ ഒന്നൊന്നായി ചാടി വീഴും. കേരളത്തിലെ ബാക്കിയുള്ള എം പിമാർ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മത്സരിച്ചൂടെ? ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന ഒരു വലിയ അവസരം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പുതിയ സ്ഥാനാരോഹണത്തോടു കൂടി ഒരു പരിധിവരെ ആ സംഘടനയെ നിർജ്ജീവമാക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് തലവേദനകൾ കാത്തിരിക്കുകയാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ
വളരെ ബോധപൂർവമായ ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതായിരുന്നു. പകരം ഗ്രൂപ്പുകളിലേക്ക് വിട്ടുകൊടുക്കുകയും പുതിയ ഒരു ഗ്രൂപ്പിനെ അംഗീകരിക്കുകയും ചെയ്തതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇനിയുള്ള മാസങ്ങളിലെ സംഘടനയുടെ സജീവതയാണ്. Meet the editors.